നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ സ്വർണ്ണക്കടത്തും ഇതിനു പിന്നാലെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും നടന്നു വരികയാണ്. എത്ര തന്നെ കസ്റ്റംസ് ഇവരെ പിടികൂടിയാലും ശിക്ഷ നൽകിയാലും ഇതൊക്കെ തുടരുക തന്നെ ചെയ്യും എന്ന് നമ്മെ ഓരോരുത്തരെയും ബോധിപ്പിക്കും വിധമാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ സ്വർണ്ണക്കടത്ത് മൂലം നിരവധി പേരാണ് സ്വർണ്ണക്കടത്തിനെ പിൻപറ്റി വിദേശത്ത് നിന്ന് മടങ്ങിയിട്ടും കാണാതായതും മർദ്ദനമേൽക്കേണ്ടി വന്നതും ഒക്കെയുള്ള സംഭവങ്ങൾ. ഇത്തരത്തിലുള്ള വാർത്തകളേറെ ആശങ്ക നൽകുന്നതാണ്. സാധാരണക്കാരായ പ്രവാസികൾ പോലും ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ടി വരുന്ന അവസ്ഥ. വിദേശത്ത് നിന്ന് മടങ്ങിയിട്ടും വീട്ടിലെത്താതിരിക്കുകയോ എത്തിയ ശേഷം കാണാതിരിക്കുകയോ ചെയ്യുന്ന വിവരങ്ങൾ പോലീസ് നിലവിൽ ശേഖരിച്ചു വരികയാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. 10 ദിവസത്തിനിടെ തന്നെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത്തരത്തിലുള്ള 3 പരാതികൾ ഉയർന്നു വന്നു. ഒന്ന് പേരാമ്പ്രയിലും ഓരോന്ന് വിധം വളയത്തും നാദാപുരത്തും റിപ്പോർട്ട് ചെയ്തു. 3നും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് മരിച്ച നിലയിൽ കാണുകയും ചെയ്ത പേരാമ്പ്ര പന്തിരിക്കരയിലെ ഇർഷാദ് മെയ് 13-ന് നാട്ടിലെത്തിയെങ്കിലും വീട്ടിലെത്തിയിരുന്നില്ല. പോലീസാണ് ഇയാളെ വീട്ടിലെത്തിച്ചത്. മെയ് 23-ന് വയനാട്ടിലേക്കെന്നും പറഞ്ഞ് പോയ ഇർഷാദ് പിന്നെ തിരിച്ചു വന്നില്ല. സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയെന്ന വിവരമാണ് പിന്നീട് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയിട്ടും വീട്ടിലെത്താത്ത നാദാപുരം മേഖലയിലെ 2 പേരെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നത്. ചെക്യാട് ജാതിയേരിയിലെ റിജേഷ്, നാദാപുരത്തെ അനസ് എന്നിവരെ കാണാനില്ലെന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ പരാതി നൽകിയതിനു ശേഷം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഏറെ വൈകിയാണ് ബന്ധുക്കൾ പരാതിയുമായി മുന്നോട്ട് വന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ പലയിടങ്ങളിലുമുണ്ടെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരമെന്നത്. ബന്ധുക്കൾ പോലും ഇത് മൂടിവെക്കുന്നു. നാട്ടുകാരിൽ നിന്നുള്ള വിവരങ്ങളാണ് പ്രധാനം. വിവിധ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ടും വിവരം ശേഖരിച്ചു വരികയാണ്. വിമാനമിറങ്ങിയവരുടെ പേരെടുത്ത് അവർ നാട്ടിലുണ്ടോ എന്നും അന്വേഷിക്കുന്നുമുണ്ട്. നേരത്തെ നാദാപുരം മേഖലയിൽ തന്നെ ഒരു യുവാവ് വിദേശത്തു നിന്നെത്തിയ ശേഷം 2 മാസത്തിനു ശേഷമാണ് വീട്ടിലെത്തിയത്. ആരും പരാതി നൽകിയതുമില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പിന്നീട് വ്യക്തമായിട്ടുമുണ്ട്. കടത്താനേൽപ്പിച്ച സ്വർണം മറ്റൊരു സംഘത്തിന് മറിച്ചു നൽകിയതിനാലാണ് ഇയാൾ അത്രയും കാലം ഒളിവിൽ കഴിഞ്ഞത്. സ്വർണം മറിച്ചു നൽകിയ സംഘം തന്നെയാണ് ഇയാളെ ഒരു റിസോർട്ടിൽ ഒളിവിൽ പാർപ്പിച്ചതും. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമായിരുന്നു ഈ സ്വർണം പൊട്ടിക്കലിന് പിന്നിലെന്നും വിവരം ലഭിച്ചിരുന്നു. എന്നാൽ കണ്ണൂർ സംഘങ്ങൾ ഭീഷണിയായതോടെ കോഴിക്കോട് ജില്ലയിലും ശക്തമായ കൊട്ടേഷൻ സംഘങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെയാണ് സ്വർണം പൊട്ടിക്കലും തട്ടിക്കൊണ്ടുപോകലുമെല്ലാം പതിവായിരിക്കുന്നത്. എന്നാൽ പരാതികൾ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നതും അന്വേഷണ സംഘത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.